എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെയാണ് കേട്ടോ ഇന്നലെ താമസിച്ചത്, ടെൻ്റ് അടിച്ചത്. ഇത് സെക്യൂരിറ്റിക്കാരെ റൂം അതൊക്കെയാണ് അപ്പുറത്തും ഉള്ളിലൊക്കെ ഉള്ളത്. അപ്പോൾ അവരെ കൂടെ തന്നെയാണ് നമ്മൾ ടെൻ്റ് അടിച്ച് താമസിച്ചത്. അവർ റൂമിൽ നമ്മൾ പുറത്ത്. ഇത് സാവോ ഈസ്റ്റ് നാഷണൽ പാർക്ക്, അതിൻ്റെ അകത്തട്ടങ്ങൾ താമസിച്ചത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ കാണുന്ന ഇതൊരു പുഴയാണ്. ആ പുഴയിൽ ഗലാനോ അങ്ങനെ എന്താണ്, ഗലാനോ റിവറോ എന്താണ്, അതിൽ മുഴുവൻ മുതലയും ഹിപ്പോയുമാണ്. പിന്നെ വന്യജീവികൾ, ആനയും സിംഹവും എല്ലാവരും വെള്ളം കുടിക്കാൻ വരുന്നൊരു പുഴയും കൂടിയാണ്. അതായത് ഈ നാഷണൽ പാർക്കിൻ്റെ ഒരു മെയിൻ സാധനമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സാവോ ഈസ്റ്റ് നാഷണൽ പാർക്കാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എല്ലാവിധ മൃഗങ്ങളെയും കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാണാം. നമ്മളെ ഇന്നലത്തെ രാത്രിയിലെ ഈ കാട്ടിലായിരുന്നു. ആ പുഴയിൽ മുഴുവൻ മുതലകളും ഹിപ്പോപ്പൊട്ടാമസും. സാവോ ഈസ്റ്റ് നാഷണൽ പാർക്ക്. അതിൻ്റെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കാൻ പറഞ്ഞു. സെക്യൂരിറ്റി ഗാർഡ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മാന്, പുലി, കടുവ, ജിറാഫ്, കങ്കാരു, ഒട്ടക, മയില്, ആമ, കുയ്യാമ, എല്ലാ സാധനങ്ങളെയും നമുക്ക് കാണണം. കുയ്യാമ നിങ്ങൾ കണ്ടോളി, സിംഹത്തിനെ ഞാൻ കണ്ടോണ്ട്. കുയ്യാമന്റെ പിന്നാലെ നിങ്ങൾ പോയാൽ മതി. ഫസ്റ്റ് തന്നെ നമുക്ക് അതിഥി കണ്ടതാ മാനുകൾ വന്നിട്ടുണ്ട്. ഇരിഷ പറഞ്ഞാൽ ഒറ്റ കണ്ട. നമ്മളെ നാട്ടിൽ കൂട്ടായി കണ്ടല്ലോ കിട്ടുക. ഒറ്റക്കാണല്ലോ ശരിക്കും ഹണ്ടിങ് നടക്കുന്നത് ഈ ആഫ്രിക്കൻ കാട്ടിൽ നമുക്ക് തന്നെ കാണാം. സിംഹം പിടിക്കണൊക്കെ അവിടെ ഉണ്ട്. ഓരോ അതിർത്തി അടിച്ചു കയറി വാ. ആന കയറി പോയി മനുഷ്യ. ഒട്ടകണ്ട് 100, 120 150 ആന പോയി. എവിടെ ആന? ആനന്റെ പെരീക്കെത്തി. ഇത് ആനന്റെ അപ്പി കണ്ടു. ഇത് ആനപ്പിന്റെ അല്ലല്ലോ, കുറച്ചുള്ള ഇവിടെ. അവിടെ ഉള്ളു കയറിപ്പോയി. വലിയ സാധനം കേട്ടോ. തോണൊക്കെ പോയി നോക്കണോ? അവഞ്ഞുണ്ടാവും. കുട്ടികളെ കാണാനല്ലോ. അതിന്റെ അപ്പുറത്തുണ്ടല്ലേ. എല്ലാവരും എന്തിനോ വെയ്ത്തോലെയാണ്. നമ്മള് നിർത്തിയ പോലും നിന്നു. കൈകാനാണ് ഉറപ്പ് അവിടെ എന്തിനെങ്കിലും. മാൻ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ മാനുണ്ട്. പക്ഷെ ആഫ്രിക്കൻ കാട്ടിലെ മാന് അതാണ് പോയി കേട്ടോ. ഇത് മറ്റേ കൊമ്പൊക്കെ ഉള്ള നല്ല രസമുള്ള മാന കേട്ടോ. എവിടെ സിംഹൊക്കെ കൂടെയാണ് അവലെ. മാനിനോട് മാനിവിടെ ധൈര്യമായിട്ട് നിക്കണില്ലേ? സിംഹല്ല അതിന്റെ ആവും. ശരിക്കും ഏറ്റവും വേഗത്തുള്ള ജീവി ഏതാണ് അറിയോ? മാനാണ്. മാന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കും ബോർഡിന്റെ ഇടയില്. അപ്പോഴാണ് മറ്റാൾ പിടിക്കണത്. അല്ലെങ്കിൽ പിടിക്കാനില്ല. ബുദ്ധി. ആഫ്രിക്കൻ ആന ഇങ്ങനെ പള്ളം നടക്കാട്ടോ. അങ്ങനെ തിന്നെ ഫുൾ ഡേ നടന്നു. ഒറ്റക്കാവില്ലല്ലോ, ടീമുകൾ ഉണ്ടാവണല്ലോ. ഒറ്റപ്പുറത്തോടെയൊക്കെ ഉണ്ടാവും. ഏതായാലും ഇത് ഒറ്റയാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നടന്ന് തിന്ന. എന്താ അതിൻ്റെ രസം.
അവിടെ തീറ്റ കാണാൻ തന്നെ രസമാണ്. പൊളി. വേറെ ഏത് കാട്ടിലാണ് ഇതേപോലെ വണ്ടി വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും? നമ്മളെ നാട്ടിൽ ഇതേമാതിരി ആനൻ്റെ ഉള്ള കാട്ടിൽ നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിന് ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. ആഫ്രിക്കയ്ക്ക് നമ്മളെ വണ്ടി ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ആ വരുന്നേ അളകണ്. അവന് പറ്റിയില്ല കേട്ടോ. ഇവിടെ ആഫ്രിക്കയിൽ പൊതുവേ അങ്ങനെ ഒരു പ്രശ്നമല്ല. നമ്മളെ വണ്ടി നിർത്തി ഫോട്ടോ എടുത്തു അങ്ങനത്തെ ഒന്നും. ആന അത്ര ഒരു സുഖമൊന്നും അല്ല കേട്ടോ. എന്താ ഇതിൻ്റെ ഒരു ഒന്ന് ഈ ആഫ്രിക്കയിലേ ഒരു ബുഷ് എലഫൻ്റ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ പറയുക? അതിൻ്റെ ചെവി ആഫ്രിക്കൻ്റെ മാപ്പ് പോലെയാണ്. ഇത് ആഫ്രിക്കൻ്റെ മാപ്പ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ബുഷ് എലഫൻ്റ് ആണ്. അങ്ങനല്ലേ? ആഫ്രിക്കൻ ആനയാണ് ഇത്. ആഫ്രിക്കൻ ആനയാണ്. അതാണ് ഹൈറ്റും വെയിറ്റും ഒക്കെ. നല്ല ഹൈറ്റ് അല്ലേ? അടിച്ചു കയറി വാ. വരുന്നുണ്ട് കേട്ടോ. വിളിച്ചപ്പോ കയറി വരുന്നുണ്ട്. ആയി വാ. എന്താ സൗണ്ട്? നടന്ന് പാലിടിക്കുന്നത് അതിന്റെ ഇടയിൽ മൂത്ര വയ്ക്കുന്നുണ്ട്. സിംഹം പുലി എന്നൊക്കെ പറഞ്ഞിട്ടേ പശുക്കളാണല്ലോ കാട്ടില് കാണുന്നത്. ഇതിലില്ല ശരിക്കും സിംഹം. സംശയം ഉണ്ട് കേട്ടോ. പറ്റിച്ചാതുകൊണ്ട് നമ്മളെ സിംഹത്തിനെ കാണാൻ വന്ന ഞങ്ങൾക്ക് മസായികളെ കൊണ്ടുപോയി കാണിച്ചു. മിക്കവാറും അധികാരം മസായികളെ കൈ കയറേണ്ടി ഒരു മിക്കവാറും അതന്നെ നടക്കുള്ളൂ. ഇതൊരു ഹോട്ടലാണ് കേട്ടോ. ഈ ഹോട്ടലില് ഇതിന്റെ ഫ്രണ്ടില് ഒരു റിവറാണ്. ഇതിന്റെ ഫ്രണ്ട് തന്നെ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടോ, ഈ റിവറില് ആ കാണുന്ന ആളില്ലേ അത് മുതലാണ്. ഇതിലതേമാതിരി ഒരുപാട് മുതലുകൾ കണ്ടാമൃഗമൊക്കെ ഉണ്ട്. പിന്നെ ഈവനിങ്ങില് മോർണിംഗിലൊക്കെ സിംഹം, അങ്ങനെ എല്ലാവിധ മൃഗങ്ങളും കിട്ടുന്നത്. ഇത് സിംഹം ഒക്കെ ഉള്ള കാടാണ്. അതിന്റെ സെന്ററിലുള്ള ഒരു ഹോട്ടലാണ്. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. ഇത് എലഫന്റിന്റെ തലയട്ടോ. ഇത് മറ്റേ പല ജീവികളുടെയും കാട്ടുപോത്തിന്റെയും പല ആമന്റെ തോടും പല സംഭവങ്ങളും ഉണ്ട്. മെയിനായിട്ട് നമ്മളെ ആനൻ്റെ തന്നെ കാട്ടുപോത്തിന്റെ കൊമ്പും തലയൊട്ടിയൊക്കെ, പിന്നെ ഏതോ മൃഗത്തിന്റെ തോല്, സിംഹത്തിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അതിന് പുറമെ നമ്മളെ മുതലുണ്ട്. ഇവിടെ മുതല ആയിട്ടോ. സീബ്രക്ക് ആഫ്രിക്ക മാത്രമേ ഉള്ളൂ. സീബ്ര നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നാട്ടിലുണ്ടോ? മൃഗശാലയിലല്ലേ? അല്ലാതല്ല, ഇവിടുന്ന് ഇങ്ങനെ കണ്ടിട്ടാണ് ഐറ്റങ്ങളെ കണ്ടുള്ള മാതിരി തോന്നുന്നുണ്ടല്ലേ? നല്ല കണ്ടു പരിചയമുള്ള മാതിരി. ഞങ്ങള് നിക്കണ ഇതിന്റെ തീരത്ത് മുതലേ ഇവിടെ കാണുന്ന ഈ കണ്ണില്ലേ, ഈ കള്ളക്കണ്ണ് അത് മുതലാണ്. ഹേ, ഇവിടെ ഇതും ക്രൊക്കഡൈലാണ്. ഹേ, അങ്ങോട്ട് കയറി ചെന്നോളിട്ടോ. ഇവിടുന്നാകുമ്പോ നമുക്ക് ഓടാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? അവിടുത്തെ ആള് ഇതിനെ വിളിക്കോട്ടോ. ഇതിന്റെ അടുത്തൊന്ന് കണ്ട് അത് അനങ്ങണൊന്നും കാണൂല. അനങ്ങണില്ല. വലിയ നനങ്ങൾ നമ്മളിവിടെ വന്നിട്ട് എന്തോ ഒരു അനക്കല്ലാത്ത. ഇവിടെ ഒരാൾ പൊന്തി വരുന്നുണ്ട് കേട്ടോ. അതാ പൊന്തി വരുന്നു. ബാക്ക് കൂടെ ആരും വരുന്നല്ലോ.
fast? It can move very fast? എല്ലാരും വരി ആരോഗ്യം അങ്ങനെ വരിക അല്ല ഞങ്ങളിവിടെ ഞങ്ങള് പേടിച്ചത് വാങ്ങി. ഞങ്ങള് ശരിക്കും ഇവിടെ ടെന്റ് അടിക്കാൻ വന്നാട്ടോ. ഈ സ്ഥലത്ത് ടെന്റ് അടിക്കാണ്. ഇപ്പൊ പറഞ്ഞേ നിങ്ങൾ ഇവിടെ ടെന്റ് അടിക്കുക ഇങ്ങോട്ട് വരികയാറോ. ഇവനെ കാണിച്ചത് മുതലിന്റെ അടുത്ത് തള്ളിയിട്ടിട്ട് ആ മുതൽ അവിടെ ഇരുന്ന് ചിരിക്കുക. ഇയാള് ചെറിയ ചിരിക്കുക. അത് വലിയ കോമഡി പറഞ്ഞു കഴിഞ്ഞാല് മുതല് നമ്മളെ കണ്ട് പേടിച്ചോടി. ഇതൊരു വല്ലാത്ത ജാതി മുതൽ തന്നെയാണല്ലോ. മുതല് നിന്ന സ്ഥലം അത്. മുതലിന്റെ കയ്യും കാലും. ഇതിവിടെ വേറെന്തോ ഒരു ജീവി പോയിക്കണല്ലോ. വാട്ട് ഈസ് ദിസ്? ഇതും ഹിപ്പോ. പടച്ചറബേ, ഹിപ്പോന്റെ കാലാണിത്. അടുത്ത വരുന്നു. ഒന്നും രണ്ടൊന്നല്ലോ. ആ വരുന്നു മൊത്തത്തില് ജാതി സാധനവും. വരി കൂട്ടത്തോടെ വരി, ചാടി വരി. ബാക്കോട് ആൾക്കാർ വരുന്നുണ്ട്. ഹിപ്പോന്റെ കാലാണ് ഈ കാണുന്നത്. അത്രക്ക് ധൈര്യം ഓൽക്കില്ല അല്ലേ? ചാടി പേടിപ്പിക്കട്ടെ. മൂന്നാമത്തെ കളി അത് ഓന് ഇഷ്ടമില്ല കേട്ടോ. നേരത്തെ കളിച്ചതേ വലിയ സാധനം കേട്ടോ. ഓനാണ് വലിയ അപ്പ. അപ്പൊ ദിൽഷാദ് അല്ലാതെ പോണ്. ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു മക്കളെ. ദിൽഷാദാ പറയണേ. അതെ, ദിൽഷാദിനോടാണ് വെരി ഡേഞ്ചറേ. ഹിപ്പോപ്പൊട്ടാമസ് ഓല് പറയണത് ഇങ്ങോട്ടൊന്നും കയറി വരൂലെന്ന്. അതാണ് ഈ ഫുൾ ടൈം ഇവിടെയാണല്ലോ. ഇവിടെയാണ് നമ്മളെ മുതല കണ്ടത്. ഇവിടുന്നാട്ട് നമ്മളെ വീഡിയോ എടുത്തത്. പുള്ളുകൊണ്ട് കിടക്കുന്നുണ്ട്. മുതലാണ് ആ കിടക്കണത്. അവിടെ കാണുന്നത് മുതലാണ്ടില്ലേ? മുതലാണ്. ഇപ്പുറത്ത് ഈ ചെറിയ ചെറിയ കല്ല് എന്നൊക്കെ പോലെ കാണുന്ന സാധനങ്ങൾ മുതലാണ്. പോലാണ് പൊന്തി അവിടുന്ന് ഇങ്ങനെ കിടക്കുക. നമ്മളറിയില്ല. അടുത്ത് കത്തും പോലാണ് പൊന്തും. ഇവിടെ കണ്ടില്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ അവിടുന്ന് ചെറിയൊരിത് അതിൻ്റെ അടിയിൽ പോലും ഇങ്ങനെ ഒക്കെ ഉണ്ട്. അത് ഞങ്ങളതല്ലാന്ന് പറഞ്ഞ് അപ്പോഴാണ് ഞാൻ കല്ലെടുത്ത് എറിഞ്ഞ മുമ്പിൽ കയറി വന്നത്. അവിടെ കണ്ടില്ല ഒരിപ്പോഴും അവിടെ കാണാം. അതാണോ മറ്റൊന്നാന്നുണ്ടോ? അവരവിടെ ഉണ്ട്. മറ്റൊന്ന് അപ്പോഴും അവിടെ ഉണ്ട്. ഒരുത്തൻ ഏതായാലേ മുതൽ അത്രയും മുതലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണത്. സിംഹവും പുലിയൊക്കെ ഉള്ള കാട്ടിൽ കൂടെ ആനി മുതലുള്ള പുഴ അപ്പുറത്ത്, അതിനപ്പുറത്ത് ഇതാക്കണ ഇയാളിങ്ങനെ മസിലൊടിച്ച് മുന്നിൽ നടക്കണേ. അല്ല, നിങ്ങൾ മസിലൊടിച്ച് മുന്നിൽ നടക്കുന്നതിനെ പറ്റി പറഞ്ഞതാ. ഉള്ളിൽ ഫുള്ള് പേടിയാണിതേ. പുറത്തേക്ക് കാണില്ലേ? ഇവനിതേ ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ സെക്യൂരിറ്റി ആട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വന്നതാ. ഏതായാലേ നല്ല രസമുള്ള വ്യൂ ആട്ടോ. കാട് ഹേ. ഏതായാലും നാഷണൽ പാർക്കിൻ്റെ കാട്ടിൽ കൂടെ നടക്കുക എന്നുള്ളത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മളെ സഫാരി പാർക്കിൻ്റെ അവിടെ വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ ടോയ്ലറ്റ് പോകാൻ അങ്ങനത്തേനും പ്രാഥമിക കാര്യങ്ങളൊക്കെ അവിടെ സാധിച്ചു. പക്ഷെ കുളിക്കാനുള്ള വെള്ളമില്ലേനു. ഓരോ ആദ്യം പറഞ്ഞതിനും കുളിക്കരുത് എന്ന്. അപ്പം ഞങ്ങൾ പോരുന്ന പാർക്ക് കഴിഞ്ഞ് പുറത്ത് എത്തുമ്പോൾ അതായത് ഇവിടെ ഒരു പള്ളി. അവിടെ ഞങ്ങൾ അതെ ഷവർ ജെല്ലവിടെ മറന്നു. മറ്റേ കുളിക്കാനുള്ള ഇവിടെ ബാത്റൂം പോയപ്പോൾ അവിടെ കുളിമുറിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തോർത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും സെറ്റാണ്. നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളും അതും ഉണ്ട്.
പള്ളി തുറന്നിട്ടുണ്ട്. പൊതുവെ ആഫ്രിക്കയിൽ ഒരു ഇതെല്ലായിടത്തും എന്ത് ചെയ്യും, നമസ്കാരം കഴിഞ്ഞ് ഉടനെ ക്ലോസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ അവർ തുറന്നിട്ടിട്ടുമുണ്ട്. അപ്പോൾ അതും സെറ്റാണ്. ഷവർ ജെല്ല് പോയി എടുത്തോണ്ടിരുന്നത്, കാരണം കുറേ ദിവസം കുളിക്കാനുള്ള. അപ്പോൾ അത് സെറ്റായിട്ടോ, പിന്നെ വലിയ സമാധാനം. വണ്ടിയിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വെക്കാം. രണ്ടാളായതുകൊണ്ട് ബാക്ക് ഫുള്ള് ഒഴിവായതുകൊണ്ടേ നമ്മളെ സാധനങ്ങൾ മുഴുവൻ അതിൽ പോകും. സെറ്റ്. ഇതുവരെയുള്ള കാഴ്ചകൾ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.